ഹായ് ഫ്രണ്ട്സ്, ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സന്ധി സംഭാഷണം പാകിസ്ഥാനിൽ നടക്കുകയാണ്. ഇറാനിയൻ പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു. 4 പേരാണ് ഔപചാരികമായ പ്രതിനിധിയെങ്കിലും അവർ വന്ന ആ എയ്റോപ്ലെയിൻ നിറയെ ഇറാനിൽ കൊല്ലപ്പെട്ട സ്കൂൾ കുട്ടികളുടെ ചിത്രങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ രക്തത്തിന് അവർ മറുപടി ചോദിക്കുകയാണ് സന്ധി സംഭാഷണത്തിലൂടെ. എന്ന് പറഞ്ഞാൽ ഇറാനെ അമേരിക്ക അംഗീകരിക്കേണ്ടി വരും. അമേരിക്ക കീഴടക്കാൻ കഴിയാത്ത ഇറാനെ സന്ധി സംഭാഷണത്തിലൂടെ ഒരു സൗഹൃദ രാഷ്ട്രമായി അമേരിക്ക അംഗീകരിക്കേണ്ടി വരും. ഇറാന് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം വിട്ടു നൽകേണ്ടി വരും. എങ്കിലേ ഈ സംഭാഷണം വിജയിക്കുകയുള്ളൂ. അതുപോലെ ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ അപ്രമാദിത്വം അവർ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. പ്രത്യേകിച്ചും അമേരിക്കൻ ചേരിയിലുള്ള രാഷ്ട്രങ്ങളോടുള്ള മനോഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ പ്രശ്നങ്ങളുണ്ട്. ഇതിലെല്ലാം അവയ്ക്ക് പരിഹാരമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതാണെങ്കിലും അമേരിക്ക ഒരു പരാജിതന്റെ രൂപത്തിലാണ് എത്തുന്നത്. കാരണം അവസാനിപ്പിക്കാൻ പോകുന്ന ഇറാനെ എന്ന് പലതവണ പറഞ്ഞു ട്രംപ്. ആ വിടുവായന്റെ വാക്കാരും വിശ്വസിച്ചില്ല. എങ്കിൽ പോലും അമേരിക്ക പോലുള്ള വൻശക്തിക്ക് ഇറാൻ പോലെയുള്ള ചെറിയ രാഷ്ട്രത്തെ തോൽപ്പിക്കാനായില്ല. തിരിച്ചടി ഉണ്ടായി ശക്തമായി തന്നെ. തീർച്ചയായും നമുക്കറിയാം അവന്റെ വില്ല് പ്രവർത്തിച്ചത് റഷ്യ തന്നെയാണ്. എന്തുകൊണ്ട് ഉക്രൈനെ റഷ്യക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല? അമേരിക്ക ഉക്രൈനെ സഹായിച്ചു. അത് തന്നെ ഇറാന്റെ കാര്യത്തിൽ റഷ്യ ചെയ്യുന്നു. പ്രധാനമായ സഹായം എന്ന് പറയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൈമാറി എന്നുള്ളതാണ്. ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള ധാരണയുണ്ട്, എഗ്രിമെന്റ് ഉണ്ട് റഷ്യയും ഇറാനും തമ്മിൽ. അതിനു പ്രകാരം എവിടെയൊക്കെയാണ് ആക്രമിക്കേണ്ടത് എന്ന് റഷ്യ ഇറാനെ അറിയിച്ചു. അവർ ആക്രമിച്ചു, ലക്ഷ്യം കണ്ടു. അത് പലതും വിജയമായിരുന്നു. അമേരിക്കക്ക് വലിയ നഷ്ടമുണ്ടായി. ഇതിന്റെ എല്ലാം മറുവശം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ എവിടെ? ഇന്ത്യ ചിത്രത്തിലേ ഇല്ല. ഇന്ത്യ എപ്പോഴും അവഗണിക്കുന്ന, നിസാരവൽക്കരിക്കുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ സൂപ്പർ ഹീറോ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സന്ധി സംഭാഷണം എവിടെ നടക്കുന്നു? പാകിസ്ഥാനിൽ വെച്ച്. പാകിസ്ഥാൻ നയതന്ത്രത്തിന്റെ വലിയ വലിയ വിജയമാണത്. ഇന്ത്യയുടെ പരാജയവും. പ്രധാന കാരണം എന്ന് പറയും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇസ്രയേലിനൊപ്പമാണ് എന്ന്. പാലസ്തീൻ സമരത്തിന്റെ കാലത്താണ്. ശരിയാണ്, അതിപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളോട് ഇറാൻ അത്ര മമത ഉണ്ടായിരുന്നില്ല. ശ്രീമൻ ജയശങ്കറിന്റെ നയതന്ത്ര പ്രാവീണ്യം കൊണ്ട് 2 ലോഡ് ഇവിടെ എത്തിയെങ്കിൽ പോലും സുഗമമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളോ LPG ഒന്നും ഇങ്ങോട്ട് വന്നില്ല. ഇപ്പോഴും യു പിയിലും മറ്റുമുള്ള പല സ്ഥലങ്ങളിലും LPGക്ക് നീണ്ട നിരകൾ കാണുവാൻ കഴിയും. എന്തിനാ ഇന്നലെ മുതൽ റിലയൻസ് പമ്പുകളിൽ ഒരാൾക്ക് പരമാവധി 1000 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കുകയുള്ളൂ? കാരണം ക്ഷാമമാണ്, സാധനമില്ല ആവശ്യത്തിന്. എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ സന്ധി സംഭാഷണത്തിലൂടെ പരിഹാരമാകുമെന്ന് എല്ലാവരും പ്രത്യാശിക്കുന്നു. എങ്കിലും യുദ്ധം ഒഴിഞ്ഞു പോയിട്ടില്ല. ഇനിയും വലിയ വലിയ യുദ്ധങ്ങൾ വരുവാനിരിക്കുന്നതേ ഉള്ളൂ. ലോക സമാധാനത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. താങ്ക് യു.